വാർത്തകൾ തുടർന്നു. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് പ്രവർത്തനം മുടങ്ങി. സ്റ്റെന്റ്, ബലൂൺ തുടങ്ങിയ ഉപകരണങ്ങൾ കിട്ടാനില്ലാതെ വന്നതോടെയാണ് കാത്ത് ലാബിൻ്റെ പ്രവർത്തനം മുടങ്ങിയത്. 16 മാസത്തെ കുടിശ്ശികയാണ് വിതരണക്കാർ കൊടുക്കാനുള്ളത്. ആൻജിയോഗ്രാം മാത്രം ചെയ്ത് രോഗികളെ തിരിച്ചയക്കുകയാണ്. സാനിയോ മനോമി. സാനിയോ, എന്താണ് പ്രശ്നം? നികേഷ്, ഇത് പതിവാകുകയാണ്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ മിക്ക ആശുപത്രികളിലും ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. കാരണം കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ആവാത്തതോടുകൂടിയാണ് വിതരണക്കാർ വിതരണം നിർത്തുകയായിരുന്നു. സ്റ്റെന്റിൻ്റെയും ബലൂണിൻ്റെയും വിതരണമാണ് നിർത്തിയത്. അതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെ കാത്ത് ലാബ് പ്രവർത്തനം മുടങ്ങി. ഇവിടുത്തെ കാത്ത് ലാബ് എന്ന് പറയുന്നത് ദിവസവും നിരവധി ശസ്ത്രക്രിയകൾ നടക്കുന്ന ഒരു സെൻ്ററാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം മുടങ്ങിയിരിക്കുന്നത്. നിലവിൽ മുടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ പേസ് മേക്കർ ഘടിപ്പിക്കുന്ന ശസ്ത്രക്രിയ, ഇതൊക്കെയാണ് മുടങ്ങിയിരിക്കുന്നത്. ഇതെന്ന് വീണ്ടും എന്ന് തുടരാനാകും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ആശുപത്രി അധികൃതർക്ക് കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ആശുപത്രിയിലാണുള്ളത്. ഇവിടെ നമുക്ക് രോഗികളെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. കാരണം ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം രോഗികളെയൊക്കെ പറഞ്ഞയക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റുമാണ് പറഞ്ഞയക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റിക്ക് സൗകര്യമില്ല എന്നറിയിച്ചതിന് ശേഷമാണ് പറഞ്ഞയക്കുന്നത്. ഏതായാലും നമ്മൾ വിതരണക്കാരുടെ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 16 മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യാൻ ഇപ്പോഴും ബാക്കിയാണ് എന്നാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ വിതരണം അവസാനിപ്പിക്കേണ്ടി വന്നത്. കാരണം നിരവധി തവണ സംസ്ഥാന ആരോഗ്യ വകുപ്പിനും അതുപോലെ ഓരോ ആശുപത്രിയിലെയും സൂപ്രണ്ടുമാർക്കും ഇവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും യാതൊരു നടപടിയും ഇല്ലാതായപ്പോഴാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കേണ്ടി വന്നത്. ഏതായാലും ഇത് നിരവധിയായ രോഗികളെയാണ് വലച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും രോഗികളെ നമുക്ക് കിട്ടുന്ന പക്ഷം ആ രോഗികളുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് എത്തേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ രോഗികൾ ആരുമില്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റുമെന്നാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഭാരവും കൂടും എന്നൊരു കാര്യമാണ് വേറെ എടുത്തു പറയാനുള്ളത്. ഏതായാലും ഇപ്പോൾ 2 ദിവസമായി ഇവിടുത്തെ ശസ്ത്രക്രിയകൾ, അതായത് ആൻജിയോപ്ലാസ്റ്റിയും പേസ് മേക്കർ ഘടിപ്പിക്കുന്ന ശസ്ത്രക്രിയകളും മുടങ്ങിക്കിടക്കുകയാണ്. സാനിയോ മനോമിയാണ് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലാണ് കാത്ത് ലാബ് പ്രവർത്തനം മുടങ്ങിയിട്ടുള്ളത്. സ്റ്റെന്റ്, ബലൂൺ തുടങ്ങിയ ഉപകരണങ്ങൾ കിട്ടാനില്ലാതെ വന്നതോടെ ലാബിൻ്റെ പ്രവർത്തനം മുടങ്ങിയതാണ് സാനിയോ മനോമി റിപ്പോർട്ട് ചെയ്യുന്നത്.